തന്റെ കുടുംബജീവിതം തകർത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന അതിജീവിതയുടെ ഭർത്താവ് യുവതിയുടെ ഗർഭചിത്രം നടത്തിയത് തന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമം നടന്നു. തനിക്ക് വലിയ മാനനഷ്ടമുണ്ടായെന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയൊരു മാനസിക സംഘർഷത്തിലായിരുന്നു. എന്റെ ഈ ഒരു കുടുംബജീവിതം തകർന്നതിന് ഈ കേരളത്തിലെ ഈ പാലക്കാട്ടിനെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു MLA ഒരു കുടുംബ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ഒന്നുകിൽ എന്നെ വിളിക്കണ്ടേ? ഞാൻ ഉൾപ്പെടുന്ന ഒരു പ്രശ്നത്തിൽ പൊട്ടന്ന ലോക പൊട്ടനാണ്. എന്ത് കളിയാടാ ഇത്? എന്നെ വിളിക്കണമല്ലോ. എന്നെ അങ്ങനെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. ആ സമയങ്ങളിൽ ഒരിക്കൽ പോലും എന്നെ വിളിച്ച് സംസാരിച്ചിട്ടില്ല. ഈ പറഞ്ഞ യുവതി ഗർഭിണിയായി എന്ന് പറയുന്നു, അബോർഷന് വിധേയാക്കി എന്ന് പറയുന്നു. എങ്ങനെ ഇരിക്കണം? ഇതെന്റെ തലയിൽ ചാർത്താൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറച്ച് ഭ്രാന്തുണ്ട്. ഇതിൽ പരാതി കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കുണ്ടായിട്ടുള്ള മാനനഷ്ടം തന്നെയാണ്. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിയ നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. സത്യം പറഞ്ഞാൽ ഒന്നിനോടും പ്രതികരിക്കാനുള്ളൊരു മാനസിക നിലയിലായിരുന്നില്ല ഞാൻ. വിശ്വാസമാകുന്നില്ലേ? കണ്ണാപ്പിയുടെ കല്യാണം പോലെ നടന്ന ഒരു കല്യാണം അല്ല ഇത്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല? പിന്നീട് വരെ അവസരം കിട്ടിയില്ല. അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു പെൺകുട്ടിയെ ചാടിച്ചു കൊണ്ടുപോയിട്ട് നടത്തിയൊരു കല്യാണമല്ല. നിനക്ക് ഇവിടെ പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ചെകിട്ട് ഞാൻ അടിച്ചു മൂളിക്കും. പറഞ്ഞേക്കാം. അത്യാവശ്യം കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും അതുപോലുള്ള ഈ സമൂഹത്തിൽ അത്യാവശ്യം എല്ലാ വേണ്ടപ്പെട്ട ആളുകളെയും ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ. വിളിച്ച് ക്ഷണപത്രി അടിച്ച് നടത്തിയ ഒരു വിവാഹമായിരുന്നു അത്. വലിയ മനുഷ്യൻ. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? അത് കള്ളം പറയുന്നതിന് അങ്ങനെ സമയമൊന്നുമില്ലല്ലോ. ഞാൻ പറയുന്ന കുറെ കാര്യങ്ങള് കാരണം അത് കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാക്കാൻ കഴിയില്ല. കാരണം രാഹുൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല. എന്താണ് നടന്നത്, എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ രാഹുൽ അതില് കുറ്റം ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. I will meet you only after my successful operation. Goodbye.